ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരും സുഖത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടും ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ചില ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഹല്ലേലൂയ പ്രവാസ സന്ദേശവുമായി കടന്നു വരുവാൻ കർത്താവ് ഒരുക്കിയ സാവകാശത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മെ കരുതുന്ന ദൈവമാണ്, നമ്മളെ കാക്കുന്ന ദൈവമാണ്, നമ്മുടെ അവസ്ഥകൾ അറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ലൊരു കർത്താവിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ വീണ്ടും വചനവുമായി കടന്നു വരുവാൻ കർത്താവ് ഒരുക്കിയ സാവകാശത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചില വാക്യങ്ങൾ വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യോശുവയുടെ പുസ്തകം 4-ാം അധ്യായം 23-ാം വാക്യം വായിക്കുമ്പോൾ, യഹോവയുടെ കയ്യ് ശക്തിയുള്ളതെന്നറിഞ്ഞ് നിങ്ങളുടെ ദൈവമായ യഹോവയെ എന്നേക്കും ഭയപ്പെടേണ്ടതിനോ ഞങ്ങൾ ഇക്കരെ കടക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങളുടെ മുമ്പിൽ ചെങ്കടൽ വറ്റിച്ച് കളഞ്ഞതുപോലെ നിങ്ങൾ ഇക്കരെ കടക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ മുമ്പിൽ യോർദാനിലെ വെള്ളവും വറ്റിച്ച് കളഞ്ഞു. നമുക്കറിയാം, ഇവിടെ നമ്മൾ വായിച്ചു, ശക്തിയുള്ള കരം, കർത്താവിൻ്റെ ശക്തിയുള്ള കരം ഏത് പ്രതിസന്ധികളെയും പ്രതികൂലത്തെയും തരണം ചെയ്ത് നമ്മളെ കൊണ്ടുപോകുവാൻ കഴിയുന്ന കരമാണ് കർത്താവിൻ്റെ കരം, തമ്പുരാൻ്റെ കരം. നമുക്കറിയാവർ ഹല്ലേലൂയ യോർദാൻ അക്കരെ ചെന്ന് ഹല്ലേലൂയ യോശുവയും ഇസ്രായേൽ ജനവും ദൈവത്തിന് നിൽക്കുന്ന സമയത്ത് അവരോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ദൈവ പുരോഹിതന്മാർ പെട്ടകം എടുത്തുകൊണ്ട് ഹല്ലേലൂയ യോർദാനിൻ്റെ കാൽ ചവിട്ടുക, വെള്ളത്തിൽ ചവിട്ടുമ്പോൾ ഹല്ലേലൂയ യോർദാൻ്റെ വെള്ളം രണ്ടായി ഭാഗിക്കപ്പെടുമെന്ന് ദൈവജനോട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുള്ളൂ. പ്രിയമുള്ളവരെ, ദൈവത്തിന് സ്തോത്രം. തമ്പുരാൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ കർത്താവിൻ്റെ കരം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയുക, നമുക്കറിയാം അതിനു മുമ്പ് മോശയുടെ നേതൃത്വത്തിൽ അവർ ചെങ്കടൽ കടന്നത് നമുക്കറിയാം. പുറപ്പാട് പുസ്തകത്തിൽ ഇവിടെ പറയുകയാണ്, യഹോവയുടെ ശക്തിയുള്ള കരം, യഹോവയുടെ കൈ ശക്തിയുള്ളത്. ദൈവത്തിന് സ്തോത്രം. നമ്മെ നടത്തുവാൻ, നമ്മെ കരുതുവാൻ, നമ്മൾ കടന്നു പോകുന്ന സ്ഥാനങ്ങളിൽ നമ്മെ പിടിച്ച് നടത്തുവാൻ കഴിയുന്ന യഹോവയുടെ കരം, ദൈവത്തിന് സ്തോത്രം, അത് ശക്തിയുള്ള കരമെന്ന് ദൈവവചനം നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുക. നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിൻ്റെ കരം ശക്തിയുള്ള കരമാണ്. ദൈവത്തിന് സ്തോത്രം. ഏത് പ്രതിസന്ധി, ഇവിടെ അവർ വളരെ പ്രതിസന്ധിയിൽ കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ അവരെ അക്കരെ എത്തിക്കുവാൻ തമ്പുരാൻ്റെ കരം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാവുന്ന പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. 1 പത്രോസ് ഹല്ലേലൂയ 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഹല്ലേലൂയ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. ഇവിടെ പറയുക, കർത്താവിൻ്റെ കരം ബലമുള്ളതാ. ഇവിടെ പറയുക, തക്ക സമയത്ത് ഉയർത്തുവാൻ. ദൈവത്തിന് സ്തോത്രം. തമ്പുരാൻ നമ്മളെ തക്ക സമയത്ത് ദൈവത്തിന് ഉയർത്തുവാൻ പദ്ധതിയുണ്ട് പ്രിയമുള്ളവരെ. പക്ഷേ നമ്മൾ എവിടെ താണിരിക്കേണ്ടതാ? നമ്മുടെ കർത്താവിൻ്റെ ബലമുള്ള കൈക്കീഴിൽ. അത് ഞാൻ പറഞ്ഞു, അവൻ്റെ കരം ശക്തിയുള്ള കരമാണ്. രണ്ടാമത് ബലമുള്ള കരമാണ്. ആ ബലമുള്ള കരത്തിൽ നമ്മളൊന്ന് താണിരുന്ന് കൊടുത്താൽ ഹല്ലേലൂയ നമ്മുടെ കർത്താവ് ഉയർത്തും പ്രിയമുള്ളവരെ. അത് തക്ക സമയത്ത് തമ്പുരാൻ്റെ ഒരു ടൈമുണ്ട്. ആ ടൈമിന് വേണ്ടി അവൻ്റെ കരത്തിൽ നമ്മളൊന്ന് താണിരുന്ന് കൊടുക്കണം. നമ്മളെ ഉയർത്തുവാൻ നമ്മുടെ കർത്താവ് മതിയായവനെന്നോ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് അവൻ്റെ കരം ശക്തിയുള്ള കരമാണ്. പ്രതിസന്ധികളുടെയും പ്രതികൂലത്തിൻ്റെയും പരാജയത്തിൻ്റെയും നടുവിൽ നമ്മളെ കൊണ്ടുപോകുവാൻ, അക്കരെ എത്തിക്കുവാൻ കഴിയുന്ന കരമാണ് നമ്മുടെ കർത്താവിൻ്റെ കരം. ഇവിടെ പറഞ്ഞു, അവൻ്റെ ബലമുള്ള കരമാണ്. ആ ബലമുള്ള കരത്തിൽ നമ്മളൊന്ന് താണിരുന്ന് കൊടുത്താൽ അവൻ തക്ക സമയത്ത് നമ്മളെ ഉയർത്തും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം നമുക്കറിയാവുന്ന വാക്യമാണ്. 41-ാം അധ്യായം യാക്കോബിനോടുള്ള ബന്ധത്തിൽ അവിടെ പറയുന്ന ഒരു വാക്യമുണ്ട്, 10-ാം വാക്യം. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ ഭ്രമിച്ച് നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഹല്ലേലൂയ. താങ്ങുന്ന കരം, നീതിയുള്ള വലം കൈ, നീതിയെ പ്രവർത്തിക്കുന്ന കരം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന്, താങ്ങുമെന്ന്. അതെൻ്റെ ആദ്യം പറയുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? നമ്മോട് കൂടെയുള്ള ഒരു കർത്താവ്, നമ്മോട് കൂടെയുള്ള ഒരു തമ്പുരാൻ. നമ്മളെവിടെ കടന്നു പോയാൽ എന്നിട്ട് പറയാം, പ്രേമിച്ച് നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കുമെന്ന്. ഹല്ലേലൂയ. എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ്
പ്രിയമുള്ള ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, അവൻ്റെ ദൈവത്തിന് സ്തോത്രം, നീതിയുള്ള വലം കൈ നമ്മെ താങ്ങുന്നതാ, നമ്മെ താങ്ങി നടത്തുന്നതാ, നമ്മളെ പരിപാലിക്കും. ഒന്നാമത് പറഞ്ഞു അവൻ്റെ ശക്തിയുള്ള കരം, രണ്ടാമത് ബലമുള്ള കരം, മൂന്നാമതായിട്ട് അവൻ്റെ നീതിയുള്ള വലം കൈ നമ്മളെ താങ്ങും. യാക്കോബിനോടുള്ള ബന്ധത്തിൽ പറയുക, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ദൈവത്തിന് സ്തോത്രം. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വാക്യത്തിൻ്റെ മുൻപിൽ നമ്മളെ ഒന്ന് സമർപ്പിക്കാം. നമ്മോട് കൂടെയുള്ള ഒരുവനുണ്ട്, അവൻ നമ്മുടെ കൂടെയുണ്ട്, യാതൊരു സംശയവുമില്ല. നമ്മെ നടത്തുവാൻ, നമ്മെ പരിപാലിക്കുവാൻ, നമ്മളെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാ. ആ കർത്താവ് പറയുകയാണ്, എൻ്റെ നീതിയുള്ള വലം കൈയോട് ഞാൻ നിന്നെ താങ്ങും. ദൈവത്തിന് സ്തോത്രം. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഒന്ന് ഏൽപ്പിച്ച് കൊടുക്കുവാൻ നമുക്ക് കഴിയുമോ പ്രിയമുള്ളവരെ? വീണ്ടും മത്തായി സുവിശേഷം 14-ാം അധ്യായം 31-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുന്നത് പിടിക്കുന്ന കാര്യം. നമുക്കറിയാം, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, രാത്രിയുടെ 4-ാം യാമത്തിൽ ദൈവത്തിന് സ്തോത്രം, ശിഷ്യന്മാർ ഹല്ലേലൂയ വളരെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കടന്നു വന്ന് തണ്ട് വലിച്ച് വലഞ്ഞ് വല്ലാത്ത പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, കടലിൽ മേൽ നടന്ന് യേശു അവരുടെ അടുക്കൽ ചെന്നതായിട്ട് നമുക്കവിടെ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. ഏത് പ്രതിസന്ധിയുടെ നടുവിലും പ്രശ്നത്തിൻ്റെ നടുവിലും നമ്മുടെ അടുത്ത് ഹല്ലേലൂയ കടന്നു വരുന്ന ഒരു നല്ല കർത്താവിനെ പ്രിയമുള്ളവരെ നമ്മൾ ആരാധിക്കണം, മറന്നു പോകരുത്. ഹല്ലേലൂയ പ്രശ്നങ്ങൾ വന്നോട്ട്, പ്രതിസന്ധികൾ വന്നോട്ട്, ഹല്ലേലൂയ ഇവിടെ പറയും അവർ തണ്ട് വലിച്ച് വല്ലാതെ പേടിച്ച് വിറച്ച് മുങ്ങുവാൻ തക്കവണ്ണം ആയി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അവർ ഹല്ലേലൂയ, കർത്താവേ നീ ആകുന്നുവെങ്കിൽ ഞങ്ങൾ വെള്ളത്തിന്മേൽ നിൻ്റെ അടുക്കൽ വരേണ്ടത് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. ഒത്തിരി കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. എന്നിട്ട് ഹല്ലേലൂയ, പത്രോസ് ഹല്ലേലൂയ അവിടെ പറയുക, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. ഹല്ലേലൂയ, 4-ാം യാമത്തിൽ യേശു കടലിന്മേൽ നടന്ന് ശിഷ്യന്മാരുടെ അടുക്കൽ കടന്നു വന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഏത് പ്രതിസന്ധിയുടെ സമയത്തും പ്രതികൂലത്തിൻ്റെ സമയത്തും വിളിച്ചപേക്ഷിക്കുന്ന ഒരുവന് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു യേശു കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്ന. മറക്കൽ. ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധിയുടെ പ്രശ്നങ്ങളുടെ ഭാരത്തിൻ്റെ നടുവിൽ നമ്മെ തേടി വരുന്ന ഒരു നല്ല കർത്താവുണ്ട്. ഇവിടെ പറയുക, അവൻ ഹല്ലേലൂയ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നപ്പോൾ പത്രോസ് വടകിൽ നിന്ന് ഇറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നെന്ന. ദൈവത്തിന് സ്തോത്രം. കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിപ്പോകിയാൽ കർത്താവിനെ രക്ഷിക്കണം. അവൻ യേശുവിൻ്റെ മുഖത്ത് നോക്കി നടന്നപ്പോൾ അവൻ മുങ്ങിപ്പോയില്ല. അല്പം യേശുവിൻ്റെ മുഖത്ത് നിന്ന് കണ്ണെടുത്തപ്പോൾ അവൻ മുങ്ങിപ്പോകുവാൻ തുടങ്ങി. അപ്പോൾ പറയുകയാണ്, കർത്താവേ എന്നെ രക്ഷിക്കണമെന്ന് ഉറക്കം നിലവിളിച്ചു. എന്നിട്ട് പറയും, അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞ് കൈ നീട്ടി അവനെ പിടിച്ചെന്ന്. നമ്മളെ പിടിക്കുന്ന കരം, നമ്മളെ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന് പിടിക്കുന്ന കരം യേശു കൈ നീട്ടി പിടിച്ചു. പ്രതിസന്ധികളുടെ മേലെ, പ്രശ്നങ്ങളുടെ മേലെ ഭാരപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇന്ന് രാവിലെ എനിക്ക് പറയുവാനുള്ളത്, കരം ഹല്ലേലൂയ നീട്ടി പിടിക്കുന്ന ഒരു യേശുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഇവിടെ ഹല്ലേലൂയ അവൻ മുങ്ങിപ്പോകുവാൻ ഹല്ലേലൂയ തുടങ്ങിയപ്പോൾ യേശു പത്രോസിനെ കൈ നീട്ടി പിടിച്ചെന്ന. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, നമ്മെ പിടിക്കുന്ന ഒരു കാര്യമുണ്ട് പ്രിയമുള്ളവരെ. ആ കർത്താവിൻ്റെ കാര്യം ഇന്നും കുറുകിപ്പോയിട്ടില്ല. എത്ര പേർക്ക് വിശ്വാസമുണ്ടോ? എന്നെ താങ്ങുന്ന ഒരു കർത്താവിൻ്റെ കാര്യമുണ്ടോ? എന്നെ പിടിക്കുന്ന ഒരു കർത്താവിൻ്റെ കാര്യമുണ്ടോ? ആ കർത്താവിൻ്റെ ബലമുള്ള കരത്തിന് കീഴിൽ ഞാനൊന്ന് താണിരുന്നാൽ ഹല്ലേലൂയ അവൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. നമുക്കറിയാം 118-ാം സങ്കീർത്തനം 16-ാം വാക്യം വായിക്കുമ്പോൾ വീര്യം പ്രവർത്തിക്കുന്ന കാര്യമെന്ന. വീര്യം പ്രവർത്തിക്കുന്ന കാര്യം നമ്മുടെ കർത്താവിൻ്റെ കാര്യം വീര്യം പ്രവർത്തിക്കുന്ന ദൈവത്തിന് സ്തോത്രം. നമുക്ക് വേണ്ടി വീര്യം ശത്രുവിൻ്റെ മുൻപാകെ നമുക്ക് വേണ്ടി മേശ ഒരുക്കുന്ന, ശത്രുവിനെ തകർത്ത് കളഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരമുണ്ട്. പിന്നെ ഒരുപാട് കർത്താവിൻ്റെ കരത്തെക്കുറിച്ച് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. കർത്താവിൻ്റെ കരം ശക്തിയുള്ള കരമാണ്, ബലമുള്ള കരമാണ്, നമ്മെ പിടിക്കുന്ന കരമാണ്, നമ്മെ താങ്ങുന്ന കരമാണ്. ഹല്ലേലൂയ, വീര്യം പ്രവർത്തിക്കുന്ന കരമാണ്. മറക്കല്ല് കേട്ടോ. ഇന്ന് രാവിലെ ഹല്ലേലൂയ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, ദൈവസന്നിധി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഏത് പ്രതിസന്ധിയുടെയും പ്രതികൂലത്തിൻ്റെയും പരാജയത്തിൻ്റെയും നടുവിൽ കൂടി കടന്നു പോയാലും നമ്മെ താങ്ങി നിർത്തുന്ന ഒരു കരമാണ് നമ്മുടെ കർത്താവിൻ്റെ കരം. പ്രിയപ്പെട്ടവരെ മറന്നു പോകരുത്. നമ്മെ തന്നെ ഈ വചനത്തിന് മുമ്പാകെ സമർപ്പിക്കാം. പരിശുദ്ധനായ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട വചനം രാവിലെ ഞങ്ങൾക്ക് തന്നതോർത്ത് സ്തോത്രം. ഈ വചനത്തിന് മുമ്പാകെ ഞങ്ങളെ സമർപ്പിക്കുന്നു. വിടിവിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരം ഞങ്ങൾക്ക് വേണ്ടി ഉള്ളത് കൊണ്ട് സ്തോത്രം സമർപ്പിക്കുന്നു, താഴ്ത്തുന്നു. അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടിക്കുക. സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. സ്തോത്രം.